നമസ്കാരം. നമ്മുടെ നാട്ടിൽ വെള്ളത്തിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ജലവൈദ്യുത പദ്ധതികളാണ് നമുക്കുള്ളത്. സോളാർ വൈദ്യുത പദ്ധതികൾ, അതുപോലെ തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾ, കാറ്റാടികളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾ, അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലായി ഉണ്ട്. ഇതൊക്കെ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ എത്രയോ മെഗാവാട്ട് വൈദ്യുതി നമുക്ക് നേടാൻ സാധിക്കും. മാത്രമല്ല, നമ്മുടെ നാട്ടിലടക്കമുള്ള വൈദ്യുതി പ്രതിസന്ധി ഇല്ലാതാവുകയും ചെയ്യും. മരുഭൂമിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മരുഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോവാട്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രീയ നടപടികളിലൂടെ, ഗവേഷണങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നത്. ഗുജറാത്തിലാണ് ആദ്യ ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് വരുന്നത്. രാജസ്ഥാൻ മരുഭൂമിയോട് ചേർന്നുള്ള ഗുജറാത്തിലെ കച്ചിലാണ് ഈ ഒരു മരുഭൂമിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി കടന്നു വരാൻ പോകുന്നത്. ഏതാണ്ട് 33,000 മെഗാവാട്ട് വൈദ്യുതി ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നാണ് പ്രാഥമികമായി അറിയുന്നത്. 2022 തുടങ്ങിയ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 5 കോടി ടൺ കാർബൺ ബഹിർഗമനം ഇല്ലാതാക്കാനാകും ഈ ഒരു പദ്ധതിയിലൂടെ. അദാനി ഗ്രൂപ്പാണ് ഈ പ്രോജക്റ്റുമായി എത്തിയിരിക്കുന്നത്. 79 മീറ്റർ നീളവും 24 ടൺ ഭാരവുമുള്ള ഒരു കാറ്റാടി ഫാനിൽ നിന്ന് 5.2 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. രാജസ്ഥാൻ മരുഭൂമിയോട് ചേർന്നുള്ള ഖാവ്ഡ എന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടാകുന്നത്. ഒരുപാട് കിലോമീറ്ററുകളോളം നീളുന്ന ഒരു വലിയ പ്ലാന്റാണിത്. ഏതാണ്ട് സിംഗപ്പൂർ നഗരത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു വലിയ സോളാർ ഇലക്ട്രിക് പ്രോജക്റ്റ് പ്ലാന്റാണിത്. മരുഭൂമിയിൽ നിന്ന് വലിയ കാറ്റാടി കറക്കിക്കൊണ്ട്, മരുഭൂമിയിലെ കാറ്റിൽ നിന്ന് വലിയ കാറ്റാടി കറക്കിക്കൊണ്ടുള്ള വൈദ്യുതി ഉൽപ്പാദനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഒരു ലോകോത്തര മാതൃക തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഗുജറാത്തിലെ ഖാവ്ഡയിൽ, കച്ചിലെ ഖാവ്ഡയിലാണ് ഈ ഒരു വലിയ പ്ലാന്റ് വരുന്നത്. തീർച്ചയായിട്ടും രാജസ്ഥാൻ, ഗുജറാത്ത് പ്രദേശത്തൊക്കെ തന്നെ വലിയ വൈദ്യുതി ക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. രാജസ്ഥാനിലൊക്കെ ഇപ്പോഴും പവർ കട്ടുണ്ട്. അപ്പോൾ അതിനെ മറികടക്കുന്നതിനായിട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ ഒരു വലിയ ഒരു ഗവേഷണ സപര്യയിലൂടെ അദാനി ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് 33,000 മെഗാവാട്ട് വൈദ്യുതി ഈ ഒരു പ്ലാന്റിൽ നിന്ന് പ്രാഥമികമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കൂടുതൽ യന്ത്ര സമുച്ചയങ്ങളും മറ്റു കാര്യങ്ങളും കടന്നു വരുമ്പോൾ ഏതാണ്ട് 1,00,000-ലധികം മെഗാവാട്ട് വൈദ്യുതി ഈ ഖാവ്ഡ പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സോളാറിൽ നിന്ന് 20,000 മെഗാവാട്ടും കാറ്റാടിയിൽ നിന്ന്, വലിയ കാറ്റാടിയിൽ നിന്ന് 13,000 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടുതൽ കാറ്റാടികൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള സോളാർ പാനലുകളും ഈ പ്രദേശത്ത് ഉണ്ടാകും. ഈ രണ്ട് വിധത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കൂടുതൽ മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശൃംഖല തന്നെ ഈ ഒരു ഖാവ്ഡ പ്ലാന്റിൽ ഇനി വരും വർഷങ്ങളിൽ ഉണ്ടാകും എന്നാണ് അധികാരികൾ പറയുന്നത്.